ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അബീസ് സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ റോബോട്ട് വിത്ത് വൈറസിൻ്റെ ആക്ടിവിറ്റി 2 ആണ് ചെയ്യാൻ പോണത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ആക്ടിവിറ്റി 1 ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായിരുന്നാലും ലിങ്ക് കൊടുക്കാം. കുറേ പ്രാവശ്യം ഞാൻ ലിങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാൻ മറന്നു പോകുന്നുണ്ട്. ഈ പ്രാവശ്യം എന്തായിരുന്നാലും കൊടുക്കാം കേട്ടോ. സോ എന്തായിരുന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് we saw a change in Ricky's behavior at the end. നമ്മൾ ലാസ്റ്റിൽ റിക്കിയുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടൊരു റിക്കിയുടെ ബിഹേവിയർ പെട്ടെന്ന് മാറുന്നതായിട്ട് പഠിച്ചു. അപ്പോൾ അതാണ് ആ ഒരു റോബോട്ട് വന്നതിന് ശേഷമുള്ള മാറ്റവും റോബോട്ട് വരുന്നതിന് മുമ്പുള്ള മാറ്റവും. അതാണ് ഇവിടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ. നമ്മളിങ്ങനെ ഓരോരോ റീലുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഗുഡ്നെസ്സിൻ്റെ ഇന്ന സാധനം തേച്ച് കഴിഞ്ഞിട്ട് ബിഫോർ ലുക്കും ആഫ്റ്റർ ലുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ റിക്കിയുടെ ബിഫോർ ബിഹേവിയറും ആഫ്റ്റർ ബിഹേവിയറും ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. ബിഫോർ മീൻസ് മുമ്പ്. മുമ്പിൻ്റെ സ്പെല്ലിംഗ് ഒന്നും കറക്റ്റ് അല്ല, എന്തായിരുന്നാലും എഴുതിയിട്ടുണ്ട്. ബിഫോർ റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. ഇത് ഞാനിവിടെ നേരത്തെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ കുളമായി പോയത് കൊണ്ട് തന്നെ നമ്മളിത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഓക്കെ, അപ്പം റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. അവൻ ഭയങ്കരമായിട്ടുള്ളൊരു വൃത്തിയില്ലാത്ത കുട്ടിയായിരുന്നു. അതായത് നമ്മളെ അങ്ങനെ രാവിലെ എണീക്കുക, ഫോൺ എടുക്കുക, കാണുക, തിന്നുക, പോയി കിടന്നുറങ്ങുക, ഫോൺ എടുക്കുക, കാണുക, തിന്നുക, പോയി കിടന്നുറങ്ങുക, ഫോൺ എടുക്കുക, കാണുക, തിന്നുക, പോയി കിടന്നുറങ്ങുക. ഇങ്ങനത്തെ ഒരു റൂട്ടീൻ കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ പഠിച്ച് വലിയ ജോലി കിട്ടും, എങ്ങനെ നമുക്ക് നല്ല ക്വസ്റ്റ്യൻ ചോദിപ്പിനൊക്കെ ആൻസർ പറയാൻ പറ്റും? അങ്ങനെയൊന്നും ആരും അവരുത്. നല്ലോണം പഠിക്കുക. ഓക്കെ, പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, കാണേണ്ട സമയത്ത് കാണുക, കളിക്കേണ്ട സമയത്ത് കളിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്നെ പോലെ ആയിരിക്കും. ഓക്കെ, ഞാൻ ഏത് സമയവും കളിയാണ് എൻ്റെ മെയിൻ. അങ്ങനെ പഠിക്കാറില്ല, എന്നിട്ട് പഠിക്കും. സോറി. അപ്പോൾ റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. റിക്കി ഒരു ശ്രദ്ധയുമില്ലാത്തൊരു അഴുക്ക കുട്ടിയായിരുന്നു എന്നാണ് ആദ്യം പറയുന്നത്. പിന്നെ റിക്കി ബിക്കെയിം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. അവൻ്റെ സാധനങ്ങളോട് അവൻ വളരെ എന്ത് ചെയ്തു, കെയർഫുൾ ആയി. റോബോട്ട് വന്നതിന് ശേഷം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തത് ഹി ഡിഡ്ന്റ് ഹെൽപ്പ് എനിവൺ. റോബോട്ട് വരുന്നതിന് മുന്നേ അവൻ ആരെയും സഹായിച്ചിരുന്നില്ല. റോബോട്ട് വന്നതിന് ശേഷം ഹി ഹെൽപ്ഡ് എവ്രിവൺ. അവൻ എല്ലാവരെയും സഹായിച്ചു. ഇനി മൂന്നാമത്തത് ഹി ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് കെയർലെസ്ലി. റോബോട്ട് വരുന്നതിന് മുന്നേ അവന് എന്ത് ചെയ്തു, അവൻ്റെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞു. ഇപ്പം എക്സാമ്പിൾ കാണിക്കാൻ ഒന്നുമില്ല, ജസ്റ്റ് ഇതേപോലെ ഈ ഒരു മാർക്കറാണ് എക്സാമ്പിൾ എന്ന് വയ്ക്കുക. ഞാനിപ്പോൾ എറിയുന്നില്ല, കാരണം ഇതെനിക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ എടുക്കുന്ന എറിഞ്ഞ് കളയുക, അത് തന്നെയാണ്. ഓക്കെ, ഹി ഡിഡ്ന്റ് ഹാവ് മോർ ദാൻ വാട്ട് നെസസറി. എന്താണ്, അവൻ മുമ്പ് എറിഞ്ഞ് കളയുമായിരുന്നെങ്കിലും ഇപ്പോൾ അവൻ എന്ത് ചെയ്യില്ല, അങ്ങനെ സാധനങ്ങൾ ആവശ്യമില്ലാതെ പാഴാക്കി കളയത്തില്ല. ഓക്കെ, അതായത് അവന് ആവശ്യമുള്ളത് മാത്രമേ അവൻ വാങ്ങുള്ളൂ. നാലാമത്തത് ഹി വാസ് വെരി ലേസി. അവൻ ഭയങ്കര മടിയനായിരുന്നു, എന്നെപ്പോലൊരു മടിയനായിരുന്നു. ഞാൻ ഒരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ ഭയങ്കര പാടാണ്. അത് തന്നെയാണ് സംഭവം. ഹി ബിക്കെയിം മാക്സിമം എഫിഷ്യൻസി ബോയ്. അവൻ ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി. മാക്സിമം എഫിഷ്യൻസി ബോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കൊണ്ടാവുന്ന വിധത്തിൽ നല്ല ഒരു കുട്ടിയായി. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ് നമ്മൾ നോക്കാൻ പോണത്. ഇത്രയേ ഉള്ളൂ ആക്ടിവിറ്റി 2. സോ അതെ, ഇനി ആക്ടിവിറ്റി 3, കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫ്രണ്ട് റോബിൻ. സോ ഓക്കെ, നമ്മൾ ചെയ്യാൻ പോണത് കോൺവെർസേഷൻ. കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് ഫ്രണ്ട് റോബിൻ. അത് ഞാൻ പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട്. റിക്കിയുടെ അച്ഛൻ ഒരു റോബോട്ടെ മേടിച്ചു. ആ ഒരു കാര്യം റിക്കി റോബിനോട് പോയി പറയുന്നു. അതാണ് നമ്മുടെ കോൺവെർസേഷൻ എന്ന്. സോ ഇനി നമുക്ക് കോൺവെർസേഷൻ തുടങ്ങാം. റിക്കി, hey, you won't believe what happened. My father bought a robot. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അച്ഛൻ ഒരു റോബോട്ട് വാങ്ങി. അപ്പോൾ റോബിൻ പറയാണ്, റോബോട്ട്? അതിശയത്തോട് പറയാൻ, റോബോട്ട്? ആർ യു മേക്കിംഗ് ഫുൾ ഓഫ് മീ? ഫുൾ എന്ന് വെച്ചാൽ പറ്റിക്കുക. ഓക്കെ, അതെല്ലാവർക്കും അറിയാമല്ലോ, April 4. സോ ഫുൾ എന്ന് വെച്ചാൽ
പറ്റിക്കാം. റോബിൻ പറയാണ്, നീ എന്നെ പറ്റിക്കാണോ, നീ ചുമ്മാ പറയുമല്ലോ, നീ എന്നെ പറ്റിക്കാണോ? അപ്പൊ റിക്കി പറയും, നോ നോ ഇറ്റ്സ് ട്രൂ. എന്താണ്? അല്ല അല്ല, ഇറ്റ് ഈസ് ട്രൂ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ ഇറ്റ്സ് ട്രൂ എന്ന് വായിക്കണം. ഓക്കെ, ഇറ്റ്സ് ട്രൂ. സോ അപ്പൊ നോ നോ ഇറ്റ്സ് ട്രൂ, ഇറ്റ് ഈസ് എ ബട്ട്ലർ റോബോട്ട്. അല്ല, ഞാൻ പറയുന്ന കള്ളവല്ല, ഇത് സത്യമാണ്, എൻ്റെ അച്ഛൻ ഒരു ബട്ട്ലർ റോബോട്ടിനെയാണ് വാങ്ങിയത്. അപ്പൊ റോബിൻ പറയാം, വണ്ടർഫുൾ, നൗ യുവർ ജോബ്സ് ബിക്കം വെരി ഈസി. വണ്ടർഫുൾ, എന്താ അതിശയമായിരിക്കുന്നു, ഇനിയിപ്പോൾ നിന്റെ ജോലികളെല്ലാം എളുപ്പമാകുമല്ലോ എന്ന് പറയുന്നു. അപ്പോൾ റിക്കി പറയും, യെസ് ഇറ്റ് ക്യാൻ ഡു ഓൾ ഹൗസ് ഹോൾഡ് കോൾസ് ലൈക്ക് ക്ലീനിങ്, അയണിങ് എക്സെട്ര. അതെ, അതിന് എല്ലാ വീട്ടുജോലികളും എന്താ ക്ലീനിങ് അയണിങ് പോലത്തെ എല്ലാ വീട്ടുജോലികളും ചെയ്യാൻ കഴിയും എന്ന് പറയുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ, very nice, I want to see the robot. ഇല്ല, വെരി നൈസ്, എന്താ വളരെ അതിശയമായിരിക്കുന്നു, നല്ല കാര്യമാണ്, ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു, എനിക്കത് ഒന്ന് കാണിച്ച് തരുമോ റിക്കി എന്ന് ചോദിക്കുകയാണ്. നമ്മളാണെങ്കിലും പുതിയൊരു പേന കൊണ്ടുവരികയാണ്, നമ്മളെ ക്ലാസ്സിലൊരു പേന ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ലേ, അതെനിക്കൊന്ന് തരുമോ, ഒന്ന് എഴുതി നോക്കട്ടെ, ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കില്ലേ, റിക്വസ്റ്റ് ചെയ്യും. അതുപോലെ ചോദിക്കുകയാണ്. അപ്പോൾ റിക്കി പറയാണ്, ഷുവർ പാർട്ട് ഫസ്റ്റ് ഐ ഡിഡ് ഇറ്റ് ലൈക്ക് ദ റോബോട്ട്. കാണിച്ചു തരാം, ശരിക്കും ഉറപ്പായും ഞാൻ നിനക്ക് കാണിച്ചു തരാം, പക്ഷേ ആദ്യമേ എനിക്ക് ആ റോബോട്ടിനെ ഒത്തിരി ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ റോബിൻ പറയും, വാട്ട് ഹാം ഡസ് ഇറ്റ് കോസ്റ്റ് യു? എന്തുകൊണ്ട്, നിനക്ക് എന്ത് ഉപദ്രവമാണ് അതിൽ നിന്നുണ്ടായത്, എന്ത് ദോഷമാണ് അതിൽ നിന്നുണ്ടായത് എന്ന് ചോദിക്കാണ്. അപ്പോൾ റിക്കി പറയും, ഇറ്റ് സ്റ്റോൾ മൈ ഫേവറേറ്റ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. എന്താണ്? അതെൻ്റെ എന്താ ഭയങ്കര ഇഷ്ടപ്പെട്ട ടീഷർട്ടും ഫുട്ബോളും മോഷ്ടിച്ചു എന്ന് പറയാണ്. സ്റ്റോൾ മീൻസ് മോഷ്ടിച്ചു. ഓക്കെ, മോഷ്ടിച്ചു എന്നാണ്. നിന്റെ സാധനങ്ങൾ മോഷ്ടിക്കോ, എനിക്ക് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല. അപ്പോഴേക്ക് പറയാണ്, ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് സ്റ്റോളൻ ബൈ ദ റോബോട്ട്. എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ അത് സ്റ്റോളൻ റോബോട്ട് എന്താ മോഷ്ടിച്ചെന്നും അല്ലായിരുന്നു. ഇറ്റ് കളക്ട്സ് ഓൾ ദ അൺവാണ്ടഡ് തിങ്സ്. അത് എല്ലാ ആവശ്യമില്ലാത്ത സാധനങ്ങളും കളക്ട് ചെയ്ത്. ഇപ്പോൾ എക്സാമ്പിൾ, ഇതൊരു തുണിയാണെന്ന് വയ്ക്കാം, ഇതൊരു ആവശ്യമില്ലാത്ത തുണിയാണ്, വിക്കി വലിച്ചെറിഞ്ഞ ഒരു ക്ലോത്താണ്, അതിൻ്റെ ടീഷർട്ടാണ്, ക്യാപ്പ്. അൺവാണ്ടഡ് തിങ്സ് ആൻഡ് ഫോൾഡ് കെയർഫുള്ളി ആൻഡ് സെൻഡ് ടു നീഡി പീപ്പിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തുണി നല്ല വൃത്തി മടക്കി ആവശ്യമുള്ളവർക്ക് കൊണ്ടു കൊടുത്തു. നീഡി പീപ്പിൾ എന്ന് വെച്ചാൽ ആവശ്യമുള്ളവർ എന്നതാണ് അർത്ഥം. ഓക്കെ, റോബിൻ, വണ്ടർഫുൾ, ഡു യു ലൈക്ക് ഇറ്റ് നൗ? നന്നായിട്ടുണ്ട്, നിനക്കത് നിനക്ക് ഇപ്പോൾ ആ റോബോട്ടിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്ക് പറയാണ്, യെസ് ഓഫ് കോഴ്സ്, അതെ ഉറപ്പായും. ഹി ഈസ് വെരി ഗുഡ്, അവൻ വളരെ നല്ലതാണ്. ഐ ആം ട്രൈങ് ടു ബി ലൈക്ക് ദ റോബോട്ട്, ഞാൻ ആ റോബോട്ടിനെ പോലെ ആവാൻ ശ്രമിക്കുകയാണ്. ഐ ഓൾസോ വാണ്ട് ടു ഹെൽപ്പ് പീപ്പിൾ, എനിക്ക് ആളുകളെ സഹായിക്കാവുന്നതാണ്. അപ്പോൾ റോബിൻ പറയാണ്, സോ നൈസ് ഓഫ് യു, എന്താണ്, നിന്നെ ഞാൻ പ്രശംസിക്കുന്നു. യു ആർ വെരി ലക്കി, നീ വളരെ ഭാഗ്യശാലിയാണ്. അപ്പോൾ റിക്കി പറയും, താങ്ക് യു റോബിൻ, യു വിൽ ഡെഫിനറ്റ്ലി കം ടു മൈ ഹോം, ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു ടു മൈ റോബോട്ട്. എന്താണ്? താങ്ക് യു റോബിൻ, നീ എന്തായിരുന്നാലും എൻ്റെ വീട്ടിലേക്ക് വരൂ, ഞാൻ എൻ്റെ റോബോട്ടിന് നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം, അല്ലെങ്കിൽ നിന്നെ എൻ്റെ റോബോട്ടിനെ പരിചയപ്പെടുത്തി തരാമെന്നും പറയാം. അപ്പോൾ റോബിൻ പറയും, ഓക്കെ റിക്കി, താങ്ക് യു എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺവെർസേഷൻ ഇവിടെ തീരുകയാണ്. ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ് ഇവിടെ തീരുകയാണ്. സോ ഇന്ന് നമ്മൾ അടുത്ത ആക്ടിവിറ്റി ആയ 4 കാണാം. അതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ 400 അല്ല 400 പോയതാണ്, 200.
200 സബ്സ്ക്രൈബേഴ്സായി. 213 സബ്സ്ക്രൈബേഴ്സായി. അപ്പം എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുകയാണ്, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. സോ ഓക്കെ, ഞാൻ ലാസ്റ്റാണ് ഈ കാര്യം പറയാൻ ഓർമ്മിച്ചത്. അതാണ് സംഭവം. എന്താ ഈ ഒരു വീഡിയോ ആയിട്ട് പറയാനുള്ള അഭിപ്രായം എല്ലാവരും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യാം. എൻ്റെ വീഡിയോ എല്ലാവരും എന്താ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാമുള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പെട്ടെന്നാണ് 200 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഞാൻ ഈ വർഷം ഫെബ്രുവരി 1-ാം തീയതി, കൃത്യം 1-ാം തീയതിയാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. മാർച്ചല്ലല്ലോ, ജാനുവരി 30-നോ 31-നോ 31 ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, എന്തായിരുന്നാലും ജാനുവരി ലാസ്റ്റ് ദിവസം വൈകുന്നേരമാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ആ ഒരു ദിവസം തന്നെ ഞാൻ വീഡിയോ ഇട്ടു. ഫെബ്രുവരി 1-ാം തീയതി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനും തുടങ്ങി. സോ അപ്പോൾ പെട്ടെന്ന് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 2 മാസം കൊണ്ട് എനിക്ക് എന്തായിരുന്നാലും എത്രയായി? 200 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഇനിയും 2 മാസം കൊണ്ട് എനിക്ക് എത്രയാവണം? 400 സബ്സ്ക്രൈബേഴ്സ് ആവണം. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.